നമ്മളിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണേ. ഇന്ന് മുട്ട പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് അരയ്ക്കാൻ പോകും. നമ്മൾ തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലതാണ് കേട്ടോ. ഇത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഒരു 2-3 കറുവപ്പട്ട, പിന്നെ ഉണക്കമുളക് കുറച്ച്, പിന്നെ ജീരകം, ചെറിയ ജീരകം, പിന്നെ കുറച്ച് ദാലുണ്ട്, പിന്നെ കുറച്ച് 2-3 ഉഴുന്നുണ്ട്, 2-3 അല്ല 1 സ്പൂൺ, പിന്നെ ഗ്രാമ്പു, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ പെരുംജീരകം ഉണ്ടെങ്കിൽ അതും ചേർക്കുക, ഇതിപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഉലുവ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇത്ര തിങ്സേ ഉള്ളൂ. നമ്മൾ ഇത്ര സംഭവം ഒന്ന് ശരിക്കും അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ നമ്മൾ ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണേ. ഇത് പേസ്റ്റാക്കി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വെച്ചാൽ മതി. പിന്നെ ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് കുറച്ച് മിക്സായിപ്പോയി. ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാം കേട്ടോ. കുറച്ച് ഓയിൽ മതി. ആദ്യം കുറച്ചൊരു സവോള കുരുമുനാന്ന് അരിഞ്ഞതാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് നീളത്തിൽ അല്ല അരിഞ്ഞത്, ഇങ്ങനെ അരിയുന്നതാണ് ഇതിന് നല്ലത്. കുറച്ചൊരു സവോള എടുത്തൊന്ന് ഇതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഇതാണ്. നമ്മളിങ്ങനെ മുട്ട ഫ്രൈ ചെയ്തിട്ട് പിന്നെ അത് കറി ആക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ട്രൈ ചെയ്തത് പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നും. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ മുട്ടകൾ ഓരോന്നായിട്ട് ഇടാവേ. എന്നിട്ട് അതിൻ്റെ മേലെ മസാല നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ പോവാണ്. മസാലയ്ക്ക് കുറച്ച് ഉപ്പിടാൻ മറന്നുപോയി. ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ്സ് മാത്രം എടുത്ത് ജസ്റ്റ് ഇതൊന്നങ്ങ് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെക്കുക. അത്രയേ ഉള്ളൂ. ഈ മസാലയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ. ഈ മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ. നമ്മൾ സവോള ഉരുളക്കിഴങ്ങൊക്കെ ജസ്റ്റ് ഒരു കൊഴുപ്പിന് വേണ്ടി ഇടുന്നതാണ്. ഒരു മുട്ട 4ആയിട്ടും പീസാക്കിയിട്ട് ഇടാം കേട്ടോ. അന്നേരം നല്ലതാണ്. അന്നേരം കുറച്ചുകൂടെ മുട്ടയുടെ അകത്തേക്കൊക്കെ ഇങ്ങനെ കയറി പിടിച്ചോളും. ഇപ്പം ഞാനിവിടെ 2 ആക്കിയിട്ടേ ഉള്ളൂ. നല്ല മണമാണ് വരുന്നത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് മൊത്തം ആയിട്ടില്ല, എന്നാൽ പോലും നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. കുറച്ചുകൂടി ഓയിൽ നമുക്ക് ഒഴിക്കാം. ഇപ്പം ഒന്നുകൂടെ സെറ്റാവുള്ളൂ. പിന്നെ പുറമേ തന്നെ ഇങ്ങനെ ഒഴിച്ചാൽ മതിയേ. നന്നായിട്ടൊരു ഫ്രൈ മോഡിൽ ഇത് വരണം, എന്നാലേ ശരിയാവുള്ളൂ. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുള്ളൂ.
ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ആക്കിയിട്ട് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാവേ. അപ്പം നമ്മുടെ മുട്ട ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ച് നമ്മൾ തുറന്ന് നോക്കാവേ. കണ്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഒരു സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇത് മൂടി തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിവിടെ മുട്ടക്കറി ആക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണേ. ചൂടായ വെളിച്ചെണ്ണയായിരുന്നു. കടുക് പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. ആ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സവാള, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. പിന്നെ ഇത് കുറച്ച് ഉണക്കമുളക്, ഇത് മുഴുവനും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം നമ്മളിത് ലാസ്റ്റ് ഇതിലിടുന്നുണ്ട്. അത് ഞാൻ അന്നേരം കാണിച്ചു തരാവേ. നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ സവാള ഇടാൻ സമയമായിട്ടുണ്ട്. ഇത് ശരിക്കും അപ്പോൾ വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ പൊടികൾ തട്ടിയിടുകയാണ്. ഇത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇത് ഇത്ര ഒരു മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഇത്ര ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ സെറ്റായിട്ട് ഇളക്കാൻ പോകണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇടാവേ. ഇത് കണ്ടോ, ഈ നല്ല സെറ്റായി ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാവും കേട്ടോ. ഇത് പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ. നല്ലതാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.